അപ്പോൾ നമ്മൾ UBM മറ്റേ അൺലിമിറ്റഡ് ഫുഡ് ഉണ്ടല്ലോ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ഇന്നത്തെ വ്ളോഗ്. ഇവിടുത്തെ അൺലിമിറ്റഡ് ഫുഡിനെ കുറിച്ച്. ജീവേട്ടൻ പൊന്നപ്പൻ അവിടെ ഉണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. പ്രൈസസ് എനിക്കൊന്ന് 600 in between 800 ആണ്. ഞാനത് പ്രൈസസ് മെൻഷൻ ചെയ്യാം. ഇപ്പോൾ വന്നതിനൊക്കെ വന്നോളാൻ പറഞ്ഞു. 3 പേരാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ. ഇതാണ് സ്ഥലം. NH കുറച്ച് അകത്തോട്ട് കയറി വരണം. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ കഴിക്കാൻ പോകും. അപ്പോൾ ഇന്നത്തെ വിശേഷം ഫുഡിനെക്കുറിച്ച്, ഇവിടുത്തെ ഫുഡിനെക്കുറിച്ചാണ്. അപ്പോൾ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കാണാം. ഇതാണ്ട് നമ്മുടെ കാർ അവിടെ നിൽക്കുന്നുണ്ട്. അവിടെ നിന്ന് പൊന്നപ്പം വരുന്നുണ്ട്. ജീവേട്ടനൊക്കെ വരും. എന്നൊക്കെ നമുക്ക് പോവാം. ഫുഡ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. 3 പേര്. ഓക്കെ. ഇപ്പോൾ വന്നത് എത്ര പേരൊക്കെ ചോദിച്ചാൽ ഫാമിലി ജീവേട്ട ഇവിടെ നോക്ക്. വലിയതാണ് കേട്ടോ. പോവാം. ഇതാണ് ആഗ്രഹിച്ച ഫ്രീഡം. അതെ, ജീവേട്ടൻ ഒറ്റയ്ക്ക് വരല്ല, ഞങ്ങൾക്ക് കപ്പളല്ല. പുള്ളിക്കാരനെ വിളമ്പി തരുന്നത് ഫുഡ് ഓരോന്നായിട്ട് വരുന്നുണ്ട്. മട്ടൺ വെയിറ്റ് ഒരേ നിമിഷം. മട്ടൺ ബ്ലഡ്, കോടല്, ചോറ്, തലക്കരി, ഹെഡ് തലക്കരി, ബോട്ടിയും വരും. മൊത്തം எலும்பு அங்கே வர்றாங்க, அங்கிருந்து എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ജീവേട്ടാ. സാധനം അങ്ങനെ എടുത്ത് വേസ്റ്റ് ചെയ്താൽ മാത്രമേ മതി. ചോറ് വന്നിരിച്ച് മറ്റേ ഡയലോഗ് ഇല്ലേ, ആ ഡയലോഗ് എടുത്തിട്ട് നല്ല രസമായിരിക്കും. മട്ടൻ ബോൺ ഇല്ല. മട്ടൻ ബിരിയാണി, മട്ടൻ്റെ വെറൈറ്റീസ് ഒക്കെ ചെയ്ത്. ഇന്നെന്തേലും വരാനുണ്ടോ? കൈ വയ്ക്കാതിരിക്കാൻ. അതുകൊണ്ടാണ് ജീവട്ട. ഇന്നെന്തേലും വരാനുണ്ടെങ്കിൽ കൈ വയ്ക്കുന്നു. പുതിയ സാധനം ചിക്കനാണ്. ചിക്കൻ നീ ഗമ്മത്ത് ഒന്നിനും സല്ലേ. സാധനം വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. തുടങ്ങിയിട്ടില്ല. മട്ടൻ്റെ രസം. ചേട്ടാ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? വലിയതാണ്. പൊന്നപ്പം എങ്ങനെ ഇട്ടാ? എല്ലാം ടേസ്റ്റ് ചെയ്തിട്ടില്ല. ഇനി എല്ലാം ടേസ്റ്റ് ചെയ്യാം. വാൻകോഴി இன்னொன்று வைக்கிறேன். മുട്ട, ഇത് തലക്കറി. ഇതെന്തായിരുന്നു സാധനം? വാൻകോഴി, മറ്റേ ടർക്കി കോഴി. ഈ സാധനം ലിവർ. ഇത് എനിക്ക് തോന്നുന്നു ചിന്താമണി ചിക്കൻ അല്ല. ചിന്താമണി ചിക്കൻ ഇതല്ലേ? ഇത് ചിന്താമണി ചിക്കൻ. ഇത് മട്ടൻ ബ്ലഡ്. ഇതെന്തായിരുന്നു സാധനം ജീവേട്ടാ? ഇത് കുടല്. ഇത് മട്ടൻ കറി. ഇത് മട്ടൻ്റെ എല്ല്. ഇത് ചിക്കൻ കറി. പെപ്പർ ചിക്കൻ. അപ്പോൾ പെപ്പർ ചിക്കനും കൂടെ വന്നിട്ടുണ്ട്. ഈ സാധനം എന്താണെന്ന് ഞാൻ മറന്നു. ഇതെന്തോ ഒന്നാണ്. ചിക്കൻ എന്തോ ഒരു വെറൈറ്റിയാണ്.
ഇവിടെ നിങ്ങൾ പോയിട്ട് നാളെ മറ്റേ ഞാൻ വരാം. ഇവിടെ ഉറങ്ങട്ടെ, സ്ഥലം ഉണ്ടെങ്കിൽ. ബിരിയാണി, ചോറ്, മുട്ട, ബിരിയാണിയുണ്ട്, മട്ടൻ ബിരിയാണി, ചോറുണ്ട്. ചോറിൻ്റെ ഒപ്പം നമുക്ക് ഇരിക്കുന്നത് ഓക്കെ മട്ടൻ്റെ ഇതാണ് കൊഴുപ്പ് ചിക്കൻ ഗ്രേവി. ചിക്കൻ ഗ്രേവി എത്തി. இன்னொன்று வைக்கிறேன். ஒன்றே போதும் நம்மளுக்கு. நம்மளுக்கு அதே போதும். மீன் எத்திக்கொண்டமா ഫിഷ് ഫ്രൈ, ഫിഷ് ഫ്രൈ. ആക്ച്വലി ഫോർ നല്ലോണം ഫുഡ് കഴിക്കാൻ പറ്റുന്നവർക്ക് മാത്രമേ ഇത് തീർക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് വരുമ്പോൾ കമ്പങ്ങൾ വേറെ അടിച്ച് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നൈസായിട്ട് ഒന്നും നടന്നില്ല, ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാനും ശ്രമിച്ചുകൊണ്ടിരിക്കേണ്ട പരമാവധി ഇതാക്കാൻ വേണ്ടിയിട്ട്. ഇതിന് വണ്ടി ഓടിക്കാനുണ്ട്, ജീവേട്ടൻ ഓടിക്കുന്നതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അറിയില്ല, അത് ജീവേട്ടൻ്റെ അടുത്ത് ഉറക്കം വരേണ്ട ചോദിച്ചാൽ അറിയില്ല എന്നാണ് പറയുന്നത്. നോക്കാം. എടാ കഴിക്കുന്നില്ലേ? എന്തിനു എണീറ്റ് നടക്കാനാണോ? ശരി, തെക്കോട്ടും മറക്കോട്ടും നടന്നോ. തിന്നാൻ പറ്റാതെ ഒരാൾ തെക്കോട്ടും മറക്കോട്ടും നടക്കുന്നുണ്ട്. നടന്നോ റൗണ്ട് അടിച്ചോ എന്തിന്? ജീവേട്ടനും ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് ചെയ്ത് തന്നത് പോരാന്ന് വെച്ചിട്ട് ലാസ്റ്റിൽ ഈ റോസിൻ്റെ ഇതില്ലേ, അതും തൈരും കൂടെ വയറ് തണുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നുണ്ടായിരുന്നു. അതും കൂടെ കഴിക്കണ്ടേ. ഫ്രൈ ചെയ്ത സാധനമൊക്കെ ഇത് ചെയ്തു. എന്നാലും ഒരാൾക്ക് കഴിക്കാനുള്ളത് ഇനിയും ബാലൻസ് ഉണ്ട് ഇതിനകത്ത്. ഇത് പോരാന്ന് വലിയ ഇലയായിട്ടത്. ജീവേട്ടൻ്റെ ഇലയാണ് കുറച്ചെങ്കിലും കാണാൻ ഭംഗി. എൻ്റെ ഇലയൊക്കെ കണ്ടാൽ പറയില്ല, അത് കണ്ട വേസ്റ്റ് മാത്രം ഒന്നുകൂടി കിടക്കുന്നത്. ഇപ്പൊ ഇത്രയും കൂടെ നമ്മളിവിടെ കഴിക്കാൻ പറ്റിയില്ല. ആരെങ്കിലും താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഫുഡ് വേസ്റ്റ് ചെയ്തു കഴിക്കാൻ പറ്റില്ല, ഒരു തവണ ഇവിടെ കഴിക്കാൻ വന്നാൽ മാത്രം മതി, അപ്പം വേദന മനസ്സിലായിക്കോളും. കഴിച്ച് ക്ഷീണിക്കുക എന്നൊക്കെ പറയില്ലേ, അതാണിത്. അത് ഇത് ജീവേട്ടാ, പോസിബിൾ ആണോ ഒരാൾക്ക് കഴിക്കാൻ? നെവർ എവർ. നീ മിണ്ടരുത്. ഇല മാത്രം ഇട്ടത് മാത്രമേ ഓർമ്മയുള്ളൂ, ഒരു സാധനം എടുത്തിട്ടില്ല. എൻ്റെ പൊന്നോയി. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് തന്നെയാണ് UPMൻ്റെ വിശേഷങ്ങൾ. നല്ല അടിപൊളി ഫുഡാണ്, ഫുള്ളായിട്ട് കഴിക്കാൻ പറ്റത്തില്ല. അത് ഒരാൾ തെക്കോട്ടും മടക്കോട്ടും നടക്കുന്നുണ്ട്, ഒന്നും തിന്നാതെ തന്നെ. ജീവേട്ടൻ അവിടെ ഇരിക്കുകയാണ്, ക്ഷീണിച്ചിരിക്കുകയാണ്. ഞാനിപ്പോഴും പയറുമണി പോലെ നിൽക്കുകയാണ്. അങ്ങനെയൊന്നും അല്ല കേട്ടോ, വീഡിയോ എടുക്കണമല്ലോ പറഞ്ഞ് നിൽക്കുകയാണ്. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു ബെഡ് കിട്ടിക്കഴിഞ്ഞാൽ എപ്പോൾ പടമാവുമെന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ ഇവിടെ വരുവാണെങ്കിൽ നേരത്തെ ഒരു കാര്യം പ്ലാൻ ചെയ്യുക. നമ്മൾ ഫുഡ് കഴിക്കാൻ വരികയാണെന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് ഫുഡ് മാക്സിമം വെള്ളം പോലും അധികം കുടിക്കാതിരിക്കുക, കുറച്ച് മാത്രം. എന്നാൽ മാത്രമേ റീസണബിളായിട്ട് പകുതിയെങ്കിലും കഴിക്കണമെങ്കിൽ നമുക്ക് അങ്ങനെയെങ്കിലും ചെയ്യണം. ഇല്ലെങ്കിൽ നമുക്കത് പറ്റത്തില്ല കേട്ടോ. ഇല്ലെങ്കിൽ ഭയങ്കര ഇതാവും, ഫുഡ് കുറേ വേസ്റ്റ് ചെയ്തു. പിന്നെ ആരെങ്കിലും ഇപ്പോൾ പറയുകയാണ് ഇത് പാവങ്ങൾ കൊടുത്തിട്ട് ഇവിടുന്ന് പാക്ക് ചെയ്യാനുള്ള ഇതില്ല, ഇല്ലെങ്കിൽ നമ്മളിത് മൊത്തം പാക്ക് ചെയ്ത് വീട്ടിൽ പോയി തിന്നേനെ. ഇത് ഒരാൾക്ക് എന്തായാലും അവരിടും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ കൊണ്ട് കഴിക്കുന്നത് ഭയങ്കര ടഫസ്റ്റ് ടാസ്ക്കാണ്. നല്ല രീതിക്ക് കഴിക്കാൻ ആർക്കെങ്കിലും പറ്റുമെങ്കിൽ മാത്രമാണ് നമുക്കത് പറ്റത്തുള്ളൂ. എനിക്ക് തോന്നുന്നു മട്ടൻ്റെ 3-4 വെറൈറ്റീസ് ഉണ്ടായിരുന്നു, ടർക്കിയുടെ ഒരെണ്ണം ഉണ്ടായിരുന്നു, പിന്നെ വേറെന്തായിരുന്നു, കാട ഉണ്ടായിരുന്നു, ചിക്കൻ്റെ കുറച്ച് വെറൈറ്റീസ് ഉണ്ടായിരുന്നു, പിന്നെ മീൻകറി ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. എവറിത്തിങ് വാസ് ദെയർ. ഇലയിൽ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലും ആയിട്ടുള്ള രസകരമായിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഒന്ന് പട്ടേ പറഞ്ഞ് തട്ടിയേക്കുക. സോ ടിൽ ദ നെക്സ്റ്റ് വീഡിയോ, ഇറ്റ്സ് ബൈ ബൈ. വീട്ടൊക്കെ ഇട്ട ഒരു ബാഗ് കിട്ടിയിട്ടുണ്ട് ആൾക്ക്. വാവ്, കസ്റ്റമർ സർവീസ് അടിപൊളി ചേട്ടാ. നല്ല രീതിക്ക് നമ്മുടെ അടുത്ത് എന്താ വേണ്ടതെന്ന് ചോദിച്ചൊക്കെ നല്ലോണം തരുന്നുണ്ട്. സൂപ്പറാണ്. വന്നു കഴിഞ്ഞാൽ വീട്ടിൽ കഴിക്കുന്ന പോലെ കഴിക്കാം, പക്ഷേ സ്നേഹിച്ചങ്ങോട്ട് കൊല്ലും, നല്ല രീതിക്ക് അങ്ങോട്ട് വിളമ്പും.
അതന്നെ നല്ല രീതിക്ക് അങ്ങോട്ട് വിളമ്പും. തിന്നാനായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ അവസാനം ഐസ്ക്രീം കിട്ടിയിട്ടുണ്ട്. അവിടെ ഒരാൾക്ക് ഐസ്ക്രീം ഫുഡ് കിട്ടിയതിലല്ല സന്തോഷം, ഒരു ബാഗ് കിട്ടിയിട്ടുണ്ട്, അതിലാണ് സന്തോഷം. അതിലേക്ക് ചോക്ലേറ്റ്സ് ഉണ്ട് അത്ര. സോ ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ ജെംസ് കിട്ടിയ ഓ മെലഡി ചോക്ലേറ്റ്. മെലഡിക്ക് ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്, ഞാൻ പിന്നെ പറയാം. ഓക്കെ, ഐസ്ക്രീം കൂടെ കഴിക്കട്ടെ. ഓ ബലൂണും ഉണ്ടാ, കുഴപ്പമില്ല. അത് കഴിക്കുന്നത് കണ്ടിട്ട് ബുദ്ധി വളർച്ചയില്ലാത്ത കുട്ടിയാണെന്ന് തോന്നിയിട്ടുണ്ടാവുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും. ഇവിടെ നമുക്ക് വേണേ ബേർലി ബുക്ക് ചെയ്തിട്ട് വരാം. ഞങ്ങൾ കുറച്ച് ആൾക്കാരുള്ളത് കൊണ്ടാണ് പെട്ടെന്ന് കിട്ടിയത് തോന്നുന്നുണ്ട്. അതിനുള്ള നമ്പർ അവിടെ ഉണ്ട്. 11 to 12 മുന്നേ നമ്മൾ ബുക്ക് ചെയ്യണം. ഫുഡ് കഴിക്കാനുള്ള സമയം 12 to 3:30 വരെ. സോ ഇവിടുന്ന് എവിടെ നിന്നാണ് വരേണ്ടതെന്നുള്ള മാപ്പൊക്കെ ഞാനിതിനകത്ത് ഇട്ട് വയ്ക്കാം. ഇതാണ് ആ വീട്. അവിടെ ഇരിക്കുന്നവരാണ് ഇതിൻ്റെ ഓണേഴ്സ് ഫാമിലി. ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതാണ് വിശേഷങ്ങൾ. വൈൻഡപ്പ് ചെയ്തു. അങ്ങനെ ഇതും എടുത്ത് വൈൻഡപ്പ് ചെയ്തു.